നമസ്കാരം. എല്ലാവർക്കും ഹാബിറ്റസ് പീരിയഡ് അടുത്തൊരു കറണ്ട് അഫെയർസ് സെഷനിലേക്ക് സ്വാഗതം. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ, അതായത് ഒക്ടോബർ 11 തൊട്ട് 18 വരെയുള്ള ദിവസത്തെ കറണ്ട് അഫെയർസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയുമ്പോൾ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, NSA, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ട് നിയമിതനായ വ്യക്തി അനീഷ് ദയാൽ സിംഗ് ആണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തി അനീഷ് ദയാൽ സിംഗ്. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി തടയാൻ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേര്. അപ്പം സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി തടയാൻ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ്. അപ്പോൾ അതൊരു ആൻറ്റി കറപ്ഷൻ മിഷനാണ്. ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി കറപ്ഷൻ മിഷനാണ്. സബ് രജിസ്ട്രാർ ഓഫീസുകളിലെ അഴിമതി തടയാൻ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ്. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി നിയമിതനായത്. ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായിട്ട് നിയമിതനായത് സെർജിയോ ഗോറാണ്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം പറയുന്നത് സെർജിയോ ഗൊറക്കോവ്സ്കി എന്നാണ്. ഗൊറക്കോവ്സ്കി. അപ്പം ഈ പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ അദ്ദേഹം ഒരു റഷ്യൻ ഒറിജിൻ ആണ്. പക്ഷെ കറൻ്റ്ലി അദ്ദേഹം US പൊളിറ്റീഷ്യൻ, അതുപോലെ തന്നെ US ബിസിനസ്മാൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പം ഇന്ത്യയിലെ അടുത്ത US അംബാസിഡറായി നിയമിതനായത് സെർജിയോ ഗോറാണ്. അടുത്ത ചോദ്യം, മനുഷ്യനെ പോലെ നായകൾക്കും നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം. അപ്പം മനുഷ്യനെ പോലെ നായകൾക്കും നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം റഷ്യയാണ് കേട്ടോ. റഷ്യ. അടുത്ത ചോദ്യം, BSFന്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ. BSFന്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഭാവന ചൗധരിയാണ്. BSFന്റെ ആദ്യ വനിതാ ഫ്ലൈറ്റ് എഞ്ചിനീയർ ഭാവന ചൗധരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമഗ്രമായ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം. അത് നിലവിൽ വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ആദ്യത്തെ സമഗ്രമായ ഹീമോഫീലിയ പരിചരണ കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അടുത്ത ചോദ്യം, ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും സൈബർ ഇടങ്ങളിൽ പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി കേരള പോലീസ് ആവിഷ്കരിച്ച സൈബർ സുരക്ഷാ പദ്ധതി കിഡ്സ് ഗ്ലൗ 2025. അപ്പം ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും സൈബർ ഇടങ്ങളിൽ പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തുന്നതിനും വേണ്ടി കേരള പോലീസ് ആവിഷ്കരിച്ച സൈബർ സുരക്ഷാ പദ്ധതിയാണ് കിഡ്സ് ഗ്ലൗ 2025. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി. കേരളത്തിലെ ആദ്യത്തെ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി മാനവീയം വീഥിയാണ്. അത് തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി. സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളി G ഹരികൃഷ്ണനാണ്. ആകെ മൊത്തം സമുദ്രയാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കടലിനടുത്തട്ടിലേക്ക് 3 പേരാണ് പോകുന്നത്. അതിൽ ഒരാളാണ് G ഹരികൃഷ്ണൻ എന്ന് പറയുന്ന മലയാളി. പിന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യൻ ഓഷ്യനിൽ ഏകദേശം 6 കിലോമീറ്റർ താഴ്ചയിൽ, 6 കിലോമീറ്റർ ഡെപ്തിലാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവർ യാത്ര ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഹീമോഫീലിയ എന്നുള്ള രോഗം, അത് പറയാൻ വിട്ടുപോയി. ഹീമോഫീലിയ എന്നുള്ളത് ഒരു ജനിതക രോഗമാണ്. അപ്പം ആ രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു ചെറിയ മുറിവ് പറ്റിയാൽ പോലും നമ്മുടെ രക്തം കട്ട പിടിക്കാതെ നിറയെ അത് വാർന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ രക്തത്തിന് കട്ട പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൈമോശം വരെയാണ് ഹീമോഫീലിയ എന്നുള്ള രോഗം വരുമ്പോൾ സംഭവിക്കുന്നത്. അടുത്ത ചോദ്യം, സ്പാർക്ക് 4.0 പദ്ധതി ആരംഭിച്ച സംഘടന. അപ്പം സ്പാർക്ക് 4.0 അല്ലെങ്കിൽ 4.0 എന്നും പറയും. അപ്പോൾ സ്പാർക്ക് 4.0 പദ്ധതി ആരംഭിച്ച സംഘടന സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ്, CCRAS. സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദിക് സയൻസസ്. അതുപോലെ സ്പാർക്ക് 4.0ൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്റ്റുഡൻഷിപ്പ് പ്രോഗ്രാം ഫോർ ആയുർവേദ റിസർച്ച് കെൻ. ചിലപ്പോൾ ഓപ്ഷൻസിൽ നോളജ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോളജ് അല്ല, കെൻ ആണ്. അതുപോലെ ആയുർവേദ എന്ന് പറയുന്നത് ഒരു കീവേഡായിട്ട് ഓർത്ത് വെക്കാം സ്പാർക്കിൻ്റെ. അപ്പം ഏത് സംഘടനയാണെന്ന് ചോദിച്ചാലും അവിടെ ആയുർവേദിക് സയൻസസ് എന്നുണ്ട്. അബ്രീവേഷൻ ആണെങ്കിലും ആയുർവേദ ആണ്. അപ്പം ആയുർവേദ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സ്പാർക്ക് 4.0 കാണുമ്പോൾ ആയുർവേദ റിലേറ്റഡ് ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, ടെലിമാനസ് പദ്ധതിയിൽ കൃത്രിമ ബുദ്ധിയിലൂടെ സഹായം നൽകുന്ന ഫീച്ചർ. അപ്പം ടെലിമാനസ് പദ്ധതിയിൽ കൃത്രിമ ബുദ്ധിയിലൂടെ AI സഹായം നൽകുന്ന ഫീച്ചറാണ് അസ്മി ചാറ്റ് ബോട്ട്. നമ്മുടെ ChatGPT, ജെമിനി ഒക്കെ പോലെയുള്ള ഒരു ചാറ്റ് ബോട്ടാണ്. പക്ഷെ അത് ടെലിമാനസിൻ്റെ അസോസിയേറ്റ് ആയിട്ടുള്ള
ചാറ്റ് ബോട്ടാണ് അസ്മി ചാറ്റ് ബോട്ട്. പിന്നെ ടെലിമാനസ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ഹെൽത്ത് അസിസ്റ്റൻസ് ആൻഡ് നെറ്റ്വർക്കിംഗ് ആണ്. അപ്പം അത് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ടെലിമാനസ് പദ്ധതി. അടുത്ത ചോദ്യം, പ്രൊജക്ട് വാട്ടർവർത്ത് കേബിൾ ബന്ധിപ്പിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പം പ്രൊജക്ട് വാട്ടർവർത്ത് എന്ന് പറയുന്ന കേബിൾ ഏതൊക്കെ രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. അപ്പം അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക ഈ 4 രാജ്യങ്ങളാണ് ബന്ധിപ്പിക്കുന്നത്. പക്ഷേ ഇതിലൂടെ കണക്ഷൻ കൊടുക്കുന്നത് ഏകദേശം 5 കോണ്ടിനെന്റിന് കണക്ഷൻ കൊടുക്കുന്നുണ്ട് ഈ കേബിൾ വഴി. ഇന്റർനെറ്റും അതുപോലെ തന്നെയുള്ള ഫാസ്റ്റർ ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് കപ്പാസിറ്റി ഒക്കെ 5 കോണ്ടിനെന്റ്സിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ രാജ്യങ്ങൾ അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്കയാണ്. അപ്പം പ്രൊജക്ട് വാട്ടർവർത്തിനെ കുറിച്ച് കുറച്ചൊരു ഡിസ്ക്രിപ്ഷൻ നമുക്കൊന്ന് എന്താണ് സംഭവം എന്നൊന്ന് നോക്കാം. Project Waterworth. Project Waterworth is a massive submarine fiber optic cable initiative by Meta Platforms announced in February 2025. അപ്പോൾ ഫെബ്രുവരി 2025 അനൗൺസ് ചെയ്ത ഒരു സബ്മറൈൻ ഫൈബർ ഒപ്റ്റിക് കേബിൾ ഇനിഷ്യേറ്റീവ് ആണ് പ്രൊജക്ട് വാട്ടർവർത്ത് എന്ന് പറയുന്നത്. ഇത് മെറ്റ പ്ലാറ്റ്ഫോംസിന്റെ കീഴിലാണ് വരുന്നത്. Expected to be the longest and highest capacity subsea cable system in the world. ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയതും അതുപോലെ ഹയസ്റ്റ് കപ്പാസിറ്റിയും ഉള്ള ഒരു സബ്സീ കേബിൾ സിസ്റ്റമാണ് പ്രൊജക്ട് വാട്ടർവർത്ത് എന്ന് പറയുന്നത്. It aims to enhance global connectivity and support the growing demands of AI and other digital services. അപ്പം ഇത് ഗ്ലോബൽ കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പം വർദ്ധിച്ചു വരുന്ന AI ഡിമാൻഡും മറ്റ് ഡിജിറ്റൽ സർവീസസിൻ്റെ ഒക്കെ ഒരു സർവീസ് പ്രൊവൈഡർ ആവും ഭാവിയിൽ എന്നാണ് പറയുന്നത്. The project will span over 50,000 kilometers, which is longer than Earth's circumference. അപ്പം ഭൂമിൻ്റെ ചുറ്റളവിനേക്കാളും കൂടുതലാണ് ഇതിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ലെങ്ത് ഓഫ് സ്പാൻ എന്ന് പറയുന്നത്. അത് മോർ ദാൻ 50,000 കിലോമീറ്റർ ആണ്. 50,000 കിലോമീറ്ററിൽ കൂടുതലുണ്ട് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു സ്പാൻ എന്ന് പറയുന്നത്. It will connect 5 continents with key landing points in US, India, ബ്രസീൽ ആൻഡ് സൗത്ത് ആഫ്രിക്ക. അപ്പോൾ ഇത് 5 കോണ്ടിനെൻറ്റിനെ കണക്ട് ചെയ്യും. പക്ഷേ കീ ലാൻഡിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ 4 സ്ഥലത്തായിരിക്കും, US-ലും ഇന്ത്യയിലും. ഇന്ത്യയിൽ പ്രത്യേകിച്ചും മുംബൈ ആൻഡ് വിശാഖപട്ടണത്താണ് അതിൻ്റെ കീ ലാൻഡിംഗ് പോയിന്റ്സ് വരുന്നത്. പിന്നെ ബ്രസീലിലും സൗത്ത് ആഫ്രിക്കയിലും. Expected to be operational by 2030 with a design capacity of 1 petabit per second. അപ്പം ഒരു 2030 ഒക്കെ ആകുമ്പോഴത്തേനും ഇത് ഓപ്പറേഷണൽ ആവും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഡിസൈൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1 പെറ്റാബിറ്റ് പെർ സെക്കൻഡ് ആണ്. പെറ്റാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻15 ബിറ്റാണ്. 10⁻15 ബിറ്റാണ് ഒരു പെറ്റാബിറ്റ് എന്ന് പറയുന്നത്. അപ്പം അത്രയും കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു പ്രൊജക്ട് വാട്ടർവർത്തിന്, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് അത്രയാണ്. അപ്പം ഇതാണ് പ്രൊജക്ട് വാട്ടർവർത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. അടുത്ത ചോദ്യം, മൂല്യം $1 ബില്യൺ മുകളിൽ വിലയിരുത്തപ്പെട്ട സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനിയെ വിളിക്കുന്ന പേര്. അപ്പം $1 ബില്യൺ മുകളിൽ മൂല്യമുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന പ്രൈവറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനികളെ വിളിക്കുന്ന പേരാണ് യൂണിക്കോൺ കമ്പനി. ഈ ഒരു ടേം കോയിൻ ചെയ്തത് ഐലീൻ ലീ എന്ന് പറയുന്ന വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്ററാണ്. ഐലീൻ ലീ. അപ്പം $1 ബില്യൺ കൂടുതൽ വിലയുണ്ടെന്ന് കരുതപ്പെടുന്ന സ്റ്റാർട്ടപ്പ് കമ്പനികളെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിക്കോൺ കമ്പനി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടാണ്. നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട്. അതിൻ്റെ ഭാരവാഹികൾ എന്ന് പറയുന്നത് അദാനി ഗ്രൂപ്പും പിന്നെ സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സിഡ്കോ. അപ്പം അദാനി ഗ്രൂപ്പും സിറ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനുമാണ് നവി മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഭാരവാഹികളായിട്ട് വരുന്നത്. അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഗ്രീൻഫീൽഡ് വിമാനത്താവളം. അടുത്ത ചോദ്യം, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിച്ചത്. അത് ദീപിക പദുക്കോണിനെയാണ് ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡറായിട്ട് നിയമിച്ചിരിക്കുന്നത്. അപ്പം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആദ്യത്തെ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിച്ചത് ദീപിക പദുക്കോണിനെയാണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ചർച്ച ചെയ്യാൻ 2 ദിവസത്തെ ദേശീയ കോൺഫറൻസ് സംഘടിപ്പിച്ചത്. അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് സുപ്രീം കോടതിയാണ് ഇന്ത്യയിലെ പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ചർച്ച ചെയ്യാൻ 2 ദിവസത്തെ ദേശീയ കോൺഫറൻസ് സംഘടിപ്പിച്ചത്. ഇത് സംഘടിപ്പിച്ചതെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അന്തർദേശീയ
പെൺകുട്ടികളുടെ ദിനം ആഘോഷിക്കുന്നത് ഒക്ടോബർ 11-നാണ്. ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേ ഒക്ടോബർ 11-ആണ് ഇന്റർനാഷണൽ ഗേൾ ചൈൽഡ് ഡേ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നത് ചർച്ച ചെയ്യാൻ 2 ദിവസത്തെ ദേശീയ കോൺഫറൻസ് സുപ്രീം കോടതി സംഘടിപ്പിച്ചത്. അടുത്ത ചോദ്യം, സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ഗ്രാമം. അപ്പം സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വില്ലേജ് ആണ് അത് കൊണ്ടറെഡ്ഡപ്പള്ളിയാണ്. കൊണ്ടറെഡ്ഡപ്പള്ളി, തെലങ്കാന. കൊണ്ടറെഡ്ഡപ്പള്ളി, തെലങ്കാനയാണ് ആദ്യത്തെ സൗത്ത് ഇന്ത്യയിലെ സോളാർ വില്ലേജ് എന്ന് പറയുന്നത്. ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിലെ ഗുജറാത്തിലെ മൊധേരയാണ് ആദ്യത്തെ സോളാർ ഗ്രാമം എന്ന് പറയുന്നത്. ഗുജറാത്തിലെ മൊധേര. അടുത്ത ചോദ്യം, ഇന്ത്യൻ മഷ്റൂം സമ്മിറ്റ് 2025 വെന്യൂ. അപ്പം ഇന്ത്യൻ മഷ്റൂം സമ്മിറ്റ് 2025ന്റെ വെന്യൂ ബാംഗ്ലൂരു ആണ്. അത് നടത്തുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ്. ബാംഗ്ലൂർ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചറൽ സയൻസസ് ആണ് ഇന്ത്യൻ മഷ്റൂം സമ്മിറ്റ് നടത്തുന്നത്. വെന്യൂ ബാംഗ്ലൂരാണ്. അടുത്ത ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന പവിഴപ്പുറ്റുകളുടെ സംരക്ഷണത്തിനായി പവിഴപ്പുറ്റുകളുടെ ലാർവ ക്രയോബാങ്ക് ആരംഭിച്ച രാജ്യം. അപ്പം പവിഴപ്പുറ്റുകളുടെ ലാർവ ക്രയോബാങ്ക് ആരംഭിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആണ്. ക്രയോബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, അതായത് എന്തെങ്കിലും ഒരു സാധനം ഫ്രീസ് ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലത്തിനെയാണ് ക്രയോബാങ്ക് എന്ന് പറയുക. അപ്പം പവിഴപ്പുറ്റുകളുടെ ലാർവ ക്രയോബാങ്ക് ആരംഭിച്ച രാജ്യം ഫിലിപ്പൈൻസ് ആണ്. അടുത്തത്, വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് സ്മൃതി മന്ദാന. അപ്പോൾ സ്മൃതി മന്ദാനയാണ് ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം വനിതാ ഏകദിന ക്രിക്കറ്റിൽ കേട്ടോ. പിന്നെ ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിന്റെ വേദി. ഇത്തവണത്തെ ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിന്റെ വേദി ഭുവനേശ്വർ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം. അപ്പം നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റാംസർ സൈറ്റുകളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 20 റാംസർ സൈറ്റുകളാണ് ഉള്ളത്. പിന്നെ ആകെ മൊത്തം ഇന്ത്യയിൽ ഇപ്പം 93 റാംസർ സൈറ്റ് ആണുള്ളത്. 93. അത് കഴിഞ്ഞ വർഷം വരെ 89 ആയിരുന്നു. 2025 4 റാംസർ സൈറ്റ് കൂടെ ഉൾപ്പെടുത്തി ഇപ്പം രാജ്യത്ത് ആകെ മൊത്തം 93 റാംസർ സൈറ്റുകളാണ് ഉള്ളത്. റാംസർ സൈറ്റുകൾ എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെറ്റ്ലാൻഡുകളാണ്. അതായത് ലോകത്തിലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വെറ്റ്ലാൻഡുകളുടെ പേരുകളാണ് റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പം അതിൽ ഇന്ത്യയിൽ 93 റാംസർ സൈറ്റുകളുണ്ട്. ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ്. 20 എണ്ണമാണ് തമിഴ്നാട്ടിലുള്ളത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ്. അത് മുംബൈ വൺ ആണ്. സംയോജിത മൊബിലിറ്റി ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റഗ്രേറ്റഡ് മൊബിലിറ്റി ആപ്പ്, അതായത് ഒരു കോമൺ മൊബിലിറ്റി ആപ്പാണ്. അതിൽ നമുക്ക് മെട്രോ, അതുപോലെ മോണോ റെയിൽ, സബർബൻ റെയിൽ, പിന്നെ അതുപോലെ തന്നെ മെട്രോപൊളിറ്റൻ ഏരിയയിൽ ഓടുന്ന ബസ്സുകൾ, ഇതിൻ്റെയൊക്കെ ഒരു ഫെസിലിറ്റീസ് അതിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും ഫെസിലിറ്റീസും ഇൻക്ലൂഡിങ് ടിക്കറ്റ് ബുക്കിംഗ്. അതാണ് ഈ മുംബൈ വൺ എന്ന് പറയുന്ന ആപ്പ്. അപ്പം സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം ട്രെയിൻ ടിക്കറ്റിന് വേണ്ടി ഒരു ആപ്പ്, അല്ലെങ്കിൽ ബസ്സിന് വേണ്ടി വേറെ ആപ്പ് എന്നുള്ളതിനെ നമ്മൾ ആശ്രയിക്കുന്നതിന് പകരം ഈ മുംബൈ വൺ ആപ്പിൽ എല്ലാത്തിൻ്റെയും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ട്രാൻസ്പോർട്ടേഷൻ സൊല്യൂഷൻ പോലെ എല്ലാ ഫെസിലിറ്റീസും അതിൽ അവൈലബിൾ ആണ്. അതാണ് മുംബൈ വൺ എന്ന് പറയുന്ന ആപ്പ്. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മൊബിലിറ്റി ആപ്പ് മുംബൈ വൺ. അടുത്ത ചോദ്യം, ഓസ്ട്രാഹിൻഡ് 2025 അഭ്യാസം എവിടെയാണ് നടക്കുന്നത്? അപ്പം ഓസ്ട്രാഹിൻഡ് 2025 എന്ന് പറയുന്ന അഭ്യാസം ഓസ്ട്രേലിയയിലെ പെർത്തിലാണ് ഈ വർഷം നടക്കുന്നത്. ഇത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ്. അപ്പം ഓസ്ട്രാഹിൻഡ് 2025 ഓസ്ട്രേലിയയിലെ പെർത്തിലാണ് ഇത്തവണ നടക്കുന്നത്. അടുത്തത്, ധമാൽ, റസ്ദ. അപ്പം ധമാൽ, റസ്ദ എന്നിവ ഏത് സമൂഹത്തിന്റെ പരമ്പരാഗത സംഗീത നൃത്തരൂപങ്ങളാണ്? അപ്പം ധമാൽ, റസ്ദ എന്നിവ ഏത് സമൂഹത്തിന്റെ പരമ്പരാഗത സംഗീത നൃത്തരൂപങ്ങളാണെന്ന് ചോദിച്ചാൽ സിദ്ധി കമ്മ്യൂണിറ്റിയുടെയാണ്. സിദ്ധി കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഗുജറാത്ത് ഏരിയയിലാണ്. പിന്നെ മറ്റ് ചില സംസ്ഥാനങ്ങളിലും അവരുടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ സിദ്ധി കമ്മ്യൂണിറ്റിയുടെ പോപ്പുലേഷൻ ഗുജറാത്തിലാണ് കാണുന്നത്. പിന്നെ ഇവർ ഒരു PVTG കാറ്റഗറിയിൽ പെട്ട കമ്മ്യൂണിറ്റിയാണ്. PVTG എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർലി വൾനറബിൾ
ട്രൈബൽ ഗ്രൂപ്പ്. അപ്പം പെർട്ടിക്കുലർലി വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്, അതാണ് PVTG കാറ്റഗറിയിൽ പെടുന്നത്. അപ്പം PVTG കാറ്റഗറിയിൽ പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ് സിദ്ധി കമ്മ്യൂണിറ്റി. ഏറ്റവും കൂടുതൽ കാണുന്നത് ഗുജറാത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മിഷ്ടി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപ്പം മിഷ്ടി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം മാംഗ്രോവ് വനങ്ങളുടെ സംരക്ഷണവും വികസനവുമാണ്. മാംഗ്രോവ് ഫോറസ്റ്റിന്റെ സംരക്ഷണവും വികസനവുമാണ് മിഷ്ടി പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മിഷ്ടി പദ്ധതിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് മാംഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാൻജിബിൾ ഇൻകംസ് എന്നാണ്. മാംഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാൻജിബിൾ ഇൻകം സ്കീം, അതാണ് അതിൻ്റെ ഫുൾ പേര്. അത് പിന്നെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് മിഷ്ടി പദ്ധതി. അപ്പം അത് മാംഗ്രോവ് വനങ്ങളുടെ സംരക്ഷണത്തിനും വികസനത്തിനും വേണ്ടിയിട്ടുള്ളതാണ് മിഷ്ടി പദ്ധതി. അടുത്ത ചോദ്യം, മോണ്ടിയ കൾട്ട് 2025. മോണ്ടിയ കൾട്ട് 2025 ഏത് അന്താരാഷ്ട്ര സംഘടനയുമായി സഹകരിച്ച് വികസിപ്പിച്ചെടുത്തതാണ്? അത് ഇന്റർപോളിന്റെ സഹകരണത്തോടു കൂടി വികസിപ്പിച്ചെടുത്ത ഒരു പ്രോഗ്രാമാണ് മോണ്ടിയ കൾട്ട് 2025 എന്ന് പറയുന്നത്. അപ്പം മോണ്ടിയ കൾട്ട് 2025 എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്നുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തു നിന്നും നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കാണാതായി പോയിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അത് കണ്ടുപിടിച്ച് എക്സിബിറ്റ് ചെയ്യുന്ന, അതിൻ്റെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ മോണ്ടിയ കൾട്ട്. അപ്പോൾ ഇതിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്ന രാജ്യം സൗദി അറേബ്യയാണ്. അപ്പോൾ മോണ്ടിയ കൾട്ട് 2025 ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നത് സൗദി അറേബ്യയാണ്. കൂടാതെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നിന്ന് 2 ശില്പങ്ങളാണ് അവിടെ ഇത്തവണ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ത്യയിൽ നിന്ന് മഹാദേവ ക്ഷേത്രമുണ്ട്, പാലിയിലെ മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഉള്ള 2 വിഗ്രഹങ്ങൾ, ഒന്ന് നടരാജ വിഗ്രഹം, പിന്നെ ബ്രഹ്മ ദ ക്രിയേറ്റർ എന്ന് പറയുന്ന ശില്പം. അപ്പം ഈ 2 ശില്പങ്ങളാണ് ഛത്തീസ്ഗറിലെ മഹാദേവ ടെമ്പിൾ പാലി, അവിടെ നിന്നുള്ള ഈ 2 ശില്പങ്ങളാണ് മോണ്ടിയ കൾട്ട് 2025 ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നത്. അപ്പം ഞാനിവിടെ എഴുതാം. ഇനി ആ ക്ഷേത്രത്തിൻ്റെ പേര് മഹാദേവ ടെമ്പിൾ പാലി. ഛത്തീസ്ഗറിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതെവിടെയെങ്കിലും നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ചോദ്യം, ഹൈഫ പോർട്ട് ഏത് രാജ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഹൈഫ പോർട്ട് ഏത് രാജ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു? ഇസ്രായേലിലാണ് ഹൈഫ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ 3ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം നടക്കുന്ന നദി. അത് ചാലിയാർ പുഴയാണ്. അപ്പം സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ 3ാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം നടക്കുന്നത് ചാലിയാർ പുഴയിലാണ് കേട്ടോ. ഇനി കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യാധിഷ്ഠിത പരിചരണ സേവകരുടെ സേനയുടെ പേര്. അപ്പം കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യാധിഷ്ഠിത പരിചരണ സേവകരുടെ സേനയുടെ പേര് സാന്ത്വന മിത്ര എന്നാണ് ആ സേനയുടെ പേര്, സാന്ത്വന മിത്ര. അടുത്ത ചോദ്യം, 2025 ഡിസംബർ 4 നാവികസേനാ ദിന ആഘോഷത്തിന് വേദിയാകുന്നത് ശംഖുമുഖം. അപ്പം 2025 ഡിസംബർ 4 നാവികസേനാ ദിനം ആഘോഷിക്കുന്നത്. അതിന് വേദിയാകുന്നത് തിരുവനന്തപുരത്തെ ശംഖുമുഖം. അപ്പം ഇതും കൂടെ ആലോചിക്കാം, നാവികസേനാ ദിനം ഡിസംബർ 4. അടുത്ത ചോദ്യം, ജനിതക വൈകല്യങ്ങളോടെ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിക്കുന്നതായി കണ്ടെത്തിയ നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷ KK ശൈലജ. മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചറാണ് ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നത്. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ പുറത്തു വന്ന ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനം. അത് സിംഗപ്പൂരിനാണ് ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 1ാം സ്ഥാനം. പിന്നെ ഇന്ത്യക്ക് 85ാം സ്ഥാനമാണ് ഉള്ളത്. അപ്പം ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിലെ പാസ്പോർട്ട് ഹോൾഡറിന്, ആ പാസ്പോർട്ട് ഹോൾഡറിന് മുൻകൂട്ടി വിസ എടുക്കാതെ എത്ര മറ്റുള്ള രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കും, അതിനനുസരിച്ചിട്ടാണ് ഇവിടെ റാങ്കിങ് വരുന്നത്. അപ്പം സിംഗപ്പൂരിലെ പാസ്പോർട്ട് ഹോൾഡേഴ്സിനാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് മുൻകൂട്ടി വിസ എടുക്കാണ്ട് സഞ്ചരിക്കാൻ സാധിക്കുക. അപ്പം അതുകൊണ്ടാണ് സിംഗപ്പൂരിന് 1ാം റാങ്ക് കിട്ടിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന 2ാമത്തെ ചെറിയ രാജ്യം. അത് കേപ്പ് വെർദെയാണ്, കേപ്പ് വെർദെ ഐലാൻഡ്. കേപ്പ് വെർദെ ഐലാൻഡ് എന്ന് പറയുന്നത് വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു ഐലൻഡാണ്. വെസ്റ്റ് ആഫ്രിക്കയിലാണ്
ക്യാപ്പ് വെർദെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ചെറിയ രാജ്യമാണ് ക്യാപ്പ് വെർദെ ഐലൻഡ്. അടുത്തത് US പുറത്ത് ഗൂഗിൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ AI ഹബ്ബ്. അത് നിലവിൽ വരുന്നത് വിശാഖപട്ടണത്താണ്. അപ്പം US പുറത്ത് ഗൂഗിൾ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ AI ഹബ്ബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണത്താണ്. അടുത്ത ചോദ്യം, DNA അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ ആന സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കാട്ടാനകൾ ഉള്ള സംസ്ഥാനം. അപ്പം DNA അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ ആന സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കാട്ടാനകളുള്ള സംസ്ഥാനം കർണാടകയാണ്. കർണാടകയിൽ 6013 കാട്ടാനകളാണ് കണക്ക് പ്രകാരമുള്ളത്. കേരളത്തിന് 4ാം റാങ്കാണുള്ളത്. കേരളത്തിൽ 2785 കാട്ടാനകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അടുത്ത ചോദ്യം, എത്രാമത്തെ തവണയാണ് UN മനുഷ്യാവകാശ കമ്മീഷനിൽ ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെടുന്നത്? അപ്പം UN മനുഷ്യാവകാശ കമ്മീഷൻ UNHRC ആണ്, യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. UNHRCയിൽ എത്രാമത്തെ തവണയാണ് മെമ്പറായിട്ട് ഇന്ത്യനെ തിരഞ്ഞെടുക്കപ്പെടുന്നത്? അത് 7ാം തവണയാണ് ഇന്ത്യ മെമ്പർ ആവുന്നത്. ഒക്ടോബർ 2025 ഇപ്പം മെമ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നെ UNHRCയിൽ ആകെ മൊത്തം 47 മെമ്പർമാരാണ് ഉണ്ടാവുക. അവരുടെ ടെന്യൂർ അല്ലെങ്കിൽ അവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ് ഒരു രാജ്യത്തിനെ UNHRC മെമ്പറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ചോദ്യം, ചിമ്പാൻസികളുടെ കൂട്ടുകാരി എന്നറിയപ്പെടുന്ന അടുത്തിടെ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തക. അപ്പം ചിമ്പാൻസികളുടെ കൂട്ടുകാരി എന്നറിയപ്പെടുന്ന അടുത്തിടെ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകയാണ് ജെയിൻ ഗൂഡാൽ. അപ്പം ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് ഇന്റർനാഷണലി സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഡിസ്കവറീസ് ഇവരുടെ റിസർച്ചിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പം അവരെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ഡെയിം ജെയിൻ മോറിസ് ഗൂഡാൽ, അതാണ് അവരുടെ ഫുൾ നെയിം. ഡെയിം ജെയിൻ മോറിസ് ഗൂഡാൽ was a British primatologist, ethologist and anthropologist renowned for her groundbreaking 65-year study of wild chimpanzees in Gombe Stream National Park, Tanzania. അപ്പോൾ ടാൻസാനിയയിലെ ഗോംബെ സ്ട്രീം നാഷണൽ പാർക്കിലാണ് ഇവരുടെ പഠനം കൂടുതലും നടന്നത്. അവർ 65 വർഷമായിട്ട് വൈൽഡ് ചിമ്പാൻസികളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവരുടെ പഠനശാഖ എന്ന് പറയുന്നത് പ്രൈമറ്റോളജി, എത്തോളജി ആൻഡ് ആന്ത്രോപോളജി. അപ്പം പ്രൈമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമേറ്റുകളെ പറ്റിയുള്ള പഠനം, അതുപോലെ എത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മനുഷ്യരുടെ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നത് സൈക്കോളജി, അതുപോലെ ആനിമൽ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്ന ഒരു പഠനശാഖയാണ് എത്തോളജി. പിന്നെ ആന്ത്രോപോളജി, നരവംശാസ്ത്രം. അപ്പം ഈ ഒരു പഠനശാഖകളിലൊക്കെ ഗവേഷണം നടത്തുന്ന ഒരാളായിരുന്നു ജെയിൻ ഗൂഡാൽ. Her discoveries reshaped our understanding of the animal kingdom and human-animal relationship. അപ്പം അനിമൽ കിങ്ഡത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഹ്യൂമൻ അനിമൽ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെയുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ, നമ്മുടെ കാഴ്ചപ്പാടുകളെയും ഒക്കെ ഒരുപാട് മാറ്റിമറിച്ച പല കണ്ടെത്തലുകളും ഇവരുടെ പഠനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. Goodall was also a tireless conservationist, animal welfare advocate, and United Nations Messenger of Peace 2002. Goodall received numerous awards for her environmental and humanitarian work, including the Templeton Prize 2021 and the Presidential Medal of Freedom 2025. അപ്പം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 2002 ഇവരെ യുണൈറ്റഡ് നേഷൻസ് മെസ്സഞ്ചർ ഓഫ് പീസ് ആ ഒരു ടൈറ്റിലിന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ വർഷവും യുണൈറ്റഡ് നേഷൻസും മെസ്സഞ്ചർ ഓഫ് പീസ് എന്ന് പറഞ്ഞിട്ട് സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ 2002 തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ഗൂഡാലായിരുന്നു. അതുപോലെ ഈ വർഷത്തെ 2025 പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം, അത് US ഒരു ഹയസ്റ്റ് സിവിലിയൻ ഓണറാണ്. ഇപ്പം ഇന്ത്യയിൽ ഭാരതരത്ന എന്ന് പറയുന്ന പോലെയാണ് US പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം. അപ്പം അത് 2025 കിട്ടിയത് ഗൂഡാലിനാണ്. അടുത്ത ചോദ്യം, പ്രൊജക്ട് സീബേർഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രൊജക്ട് സീബേർഡ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കർവാറിലാണ്. പ്രൊജക്ട് സീബേർഡ് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ കർവാറിലാണ്. അപ്പം എന്താണ് പ്രൊജക്ട് സീബേർഡ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ മേജർ നേവൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട് ടു ക്രിയേറ്റ് ദ ലാർജസ്റ്റ് നേവൽ ബേസ് ഇൻ ദ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലെ ഒരു ലാർജസ്റ്റ് നേവൽ ബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു നേവൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റാണ് പ്രൊജക്ട് സീബേർഡ്. അടുത്തത്, ടഫ്റ്റാൻ വോൾക്കാനോ സ്ഥിതി ചെയ്യുന്ന രാജ്യം. അത് ഇറാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടഫ്റ്റാൻ വോൾക്കാനോ ഒരു സെമി ആക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോ ആണ്. ഇപ്പോൾ ഫുള്ളി ആക്റ്റീവ് അല്ല, എന്നാൽ ഫുള്ളി ഡോർമെൻറ്റും അല്ല. അപ്പം ടഫ്റ്റാൻ വോൾക്കാനോ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇറാനാണ്.
ഇനി ഈ സെഷനിലെ അവസാനത്തെ ചോദ്യം, പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് നേഷൻ. അപ്പം യുണൈറ്റഡ് നേഷനിലേക്കുള്ള ഇന്ത്യയുടെ പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് പി ഹരീഷ് ആണ്. പി ഹരീഷ്. അപ്പോൾ അദ്ദേഹം സെപ്റ്റംബർ 1, 2024 പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നിയമിതനായത്. പിന്നെ അദ്ദേഹം ഒരു ഇന്ത്യൻ ഡിപ്ലോമാറ്റും ഒരു IFS ഓഫീസറും കൂടിയാണ്. അപ്പം പെർമനന്റ് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് നേഷൻ പി ഹരീഷ്. അപ്പം ഈ കഴിഞ്ഞ വീക്കിലെ കുറേ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. പിന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഫാക്ട്സും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, ആസ്പിരൻസ് ആയിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ചാനൽ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. So thank you so much for watching the video and happy learning with Habitus.